ഇതിൻ്റെ ഡയറക്ടർ ഒരു ഇൻ്റർവ്യൂവിൽ പറയണ്ടായി, ഇതിനകത്ത് വില്ലനുമില്ല നായകനുമില്ല, എല്ലാവരും നായകന്മാരാണ്, എല്ലാവരും വില്ലന്മാരാണ്, എല്ലാവരും ഗുഡുമാണ്, എല്ലാവരും ബാഡുമാണ്, നമ്മുടെ മോറലിനും കാഴ്ചപ്പാടിനും വേണ്ടി വിട്ടു വന്നേക്കെന്നാണ് പറയുന്നത് ഡയറക്ടർ. ശരിയാരാണ് തെറ്റാരാന്ന് ഡിസൈഡ് ചെയ്യാൻ വേണ്ടി. ഒരു സർവൈവൽ ത്രില്ലർ പോലെ തുടങ്ങിയിട്ട് പിന്നെ അത് റിവെഞ്ച് ആക്ഷൻ മോഡിലോട്ട് മാറുമെന്നാണ് പറയണ പരിപാടി. അതുകൊള്ളാം. പണി കൊടുത്തവൻ മറന്നാലും അത് കിട്ടിയവൻ മറക്കൂലാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ആഫ്രിക്കൻ പഴഞ്ചൊല്ലാണ്. എൻ്റെ മോനെ ഹെവിയാ, പറഞ്ഞ പറക്കണം, പറന്നടിയാ. വന്നും മോനെ മുതല് നൈസായിട്ട് തന്നെയാണ്, സൈലന്റ് ആയിട്ട് തന്നെയാണ് പണി കൊടുക്കാൻ വേണ്ടി. മലയാളം കേട്ടാ പൊളിയല്ലേ. എന്റെ ആള് 8 മാസം മുമ്പ് കൂപ്പിൽ മരം വീണ മരിച്ചു. ഒരു ഡോക്ടറിന്റെ ലൈഫിൽ നടക്കുന്ന ഒരു മിസ്റ്റീരിയസ് ആയ സംഭവമാണ് പറയുന്നത് കഥ. അതിന്റെ വല്ലതാണോ സാറേ? നമ്മുടെ മച്ചാന്റെ ആദ്യത്തെ മലയാള പടാവേണ്ട പടമാണ്. പക്ഷേ എന്തൊക്കെയോ സാങ്കേതിക കാരണങ്ങളാൽ തട്ടേക്കേറിയിരിക്കുമായിരുന്നു. ഇപ്പോഴാണ് ഇറങ്ങിയത്. നമ്മുടെ റോഷക്കൊക്കെ ചെയ്ത മിഥുനായിരുന്നു ഇതിന്റെ മ്യൂസിക് ആദ്യം. പക്ഷെ ഇപ്പം അവരതിനെ മാറ്റിയിട്ട് ഇപ്പോൾ ഫോർ മ്യൂസിക്കിന് കൊടുത്തു. എന്തായാലും രണ്ടും നല്ല ഇടിവെട്ടായിട്ടാണ്. ഇതുവരെ നമ്മൾ കാണാത്ത അല്ലെങ്കിൽ ഇവർ ചെയ്യാത്ത ഒരു ഡിഫറെൻറ്റ് റോളായിരിക്കും ഈ പടത്തിൽ എന്നാണ് പറയണം. ഒരു സർവൈവൽ റിവെഞ്ച് ഡ്രാമയാണ് പരിപാടി. ആ ഡയലോഗ് ഡെലിവറി ഒന്ന് നോക്കി. ആ മോനെ ടോബിന്റെ ഷെയ്ഡ്. ഓ എന്ത് സാധനോടാ. അമ്മോനെ അപ്പോൾ ഫുള്ള് സസ്പെൻസും എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ട്രെയിലറായിരുന്നു. പടം അതേപോലെ തന്നെ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും 13 കാണാം.